Dear children, today we will discuss about the topic chemical properties of metal. Second property, reaction of metals with water. Then reaction of metals with the acid. ഈ രണ്ട് പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ. വാട്ടറുമായിട്ടുള്ള റിയാക്ഷനിൽ നമുക്ക് മെറ്റൽസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ, കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. Then hot water. And third, steam. Reaction with the steam. ഇതിൽ കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യാൻ കഴിവുള്ള മെറ്റൽസ് ആണ് സോഡിയം, പൊട്ടാസ്യം ആൻഡ് കാൽഷ്യം. കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യാൻ കഴിവുള്ള മെറ്റൽസ് ആണ് സോഡിയം, പൊട്ടാസ്യം ആൻഡ് കാൽഷ്യം. എക്സാമിന് ചോദിക്കാൻ നെയിം ദ മെറ്റൽസ് വിച്ച് റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സോഡിയം, പൊട്ടാസ്യം ആൻഡ് കാൽഷ്യം. ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ് ഈ സോഡിയം, പൊട്ടാസ്യവും കാൽഷ്യം. അതുകൊണ്ടാണ് അത് കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ദെൻ ഹോട്ട് വാട്ടർ. എക്സാമ്പിൾ മഗ്നീഷ്യം. മഗ്നീഷ്യത്തിന് കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള കഴിവില്ല. കാരണം അതിന്റെ റിയാക്ടിവിറ്റി കുറച്ച് കുറവാണ്. എന്ന് പറഞ്ഞാൽ സോഡിയവും പൊട്ടാസ്യവും കാൽഷ്യവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിയാക്ടിവിറ്റി കുറച്ചുകൂടെ കുറവാണ്. അതുകൊണ്ട് അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. പക്ഷെ ഏത് വാട്ടറുമായിട്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? ഹോട്ട് വാട്ടർ. അപ്പൊ നെയിം ദ മെറ്റൽ വിച്ച് റിയാക്ട് വിത്ത് ഹോട്ട് വാട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? മഗ്നീഷ്യം. അപ്പൊ ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യാൻ കഴിവുള്ള മെറ്റലാണ് മഗ്നീഷ്യം. ദെൻ സ്റ്റീം. സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റൽസ് ആണ് അലൂമിനിയം, സിങ്ക് ആൻഡ് അയൺ. അലൂമിനിയം, സിങ്കും അയണും കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല, ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. പക്ഷെ ഇത് എന്തുമായിട്ട് റിയാക്ട് ചെയ്യും? സ്റ്റീം. അപ്പൊ മെറ്റൽസിനെ നമ്മളിപ്പോ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ് വാട്ടറുമായിട്ടുള്ള റിയാക്ഷനിൽ. ഫസ്റ്റ്, റിയാക്ഷൻ വിത്ത് കോൾഡ് വാട്ടർ. എക്സാമ്പിൾ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം. ദെൻ ഹോട്ട് വാട്ടർ. ഹോട്ട് വാട്ടറുമായിട്ട് മഗ്നീഷ്യം. ദെൻ സ്റ്റീം. സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് അലൂമിനിയം, സിങ്ക് ആൻഡ് അയൺ. ഇനി നമുക്ക് ഓരോ മെറ്റലും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് പ്രോഡക്റ്റ് കിട്ടുമെന്നാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, റിയാക്ഷൻ ഓഫ് സോഡിയം വിത്ത് വാട്ടർ. അപ്പൊ സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുക. വി ഗെറ്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് hydrogen. So sodium reacts with water to form sodium hydroxide and hydrogen. നമ്മളിപ്പോ ഈ റിയാക്ഷൻ ഒരൊറ്റ സ്റ്റെപ്പിൽ എഴുതിയത്. പക്ഷെ ആക്ച്വലി ഈ റിയാക്ഷൻ നടക്കുന്നത് 2 സ്റ്റെപ്സ് ആയിട്ടായിരിക്കും നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പില് സോഡിയം റിയാക്ട്സ് വിത്ത് വാട്ടർ to form sodium oxide. സോഡിയവും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് സോഡിയം ഓക്സൈഡ് ആയിട്ട് മാറും. ആൻഡ് ലിബറേറ്റ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ്, സോഡിയം റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഫോം സോഡിയം ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. ഇനി ഈ സോഡിയം ഓക്സൈഡ് അവിടെ ഉള്ള വാട്ടറിനകത്ത് ഡിസോൾവ് ആകും. സെക്കൻഡ് സ്റ്റെപ്പില് സോഡിയം ഓക്സൈഡ് dissolves in water to form sodium hydroxide. ഇവിടെ റിയാക്ഷൻ വരുന്നത് വാട്ടർ HOH ആണ്. 2 സോഡിയം ഉണ്ട്. ഒരു സോഡിയവും ഒരു OHും കൂടെ ചേരുന്നുണ്ടെങ്കിൽ ഒരു NaOH കിട്ടും. ഇനി ഇവിടെ ഉള്ള ഓക്സിജനും ഹൈഡ്രജനൂടെ കമ്പൈൻ ചെയ്യുമ്പം OH ആയിട്ട് മാറും. ഇവിടെ ഒരു സോഡിയം ഉണ്ട്. ആ സോഡിയവും ഓക്സിജനും ഹൈഡ്രജനും കൂടെ ചേരുമ്പോൾ വീണ്ടും ഒരു സോഡിയം ഹൈഡ്രോക്സൈഡ് കിട്ടും. അങ്ങനെയാണ് ടോട്ടൽ 2 NaOH ആയിട്ട് ഇവിടെ മാറിയിരിക്കുന്നത്. എനിവേ, സോഡിയം
വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ 2 സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ്, സോഡിയം റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഫോം സോഡിയം ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. This sodium oxide dissolves in water to form sodium hydroxide. Next, in the case of potassium, potassium reacts with the water to form potassium oxide and hydrogen. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പൊട്ടാസ്യം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് പൊട്ടാസ്യം ഓക്സൈഡും ഹൈഡ്രജനും കിട്ടി. സെക്കൻഡ് സ്റ്റെപ്പിൽ ദിസ് പൊട്ടാസ്യം ഓക്സൈഡ് dissolves in water to form potassium hydroxide. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു മെറ്റൽ ഓക്സൈഡാണ്. സോഡിയം എടുത്തപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് സോഡിയം ഓക്സൈഡ് കിട്ടി, പൊട്ടാസ്യം എടുത്തപ്പം പൊട്ടാസ്യം ഓക്സൈഡ്. അപ്പൊ ഒരു മെറ്റൽ ആണെങ്കിൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടുന്നത് എന്തായിരിക്കും? മെറ്റൽ ഓക്സൈഡ് ആൻഡ് ലിബറേറ്റ് ഹൈഡ്രജൻ. സെക്കൻഡ് സ്റ്റെപ്പില് ആ ഫോം ചെയ്യുന്ന മെറ്റൽ ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മെറ്റൽ ഹൈഡ്രോക്സൈഡ്. അപ്പൊ എന്തുവായാലും ശരി, ഫൈനൽ പ്രോഡക്റ്റ് നമ്മൾ എന്തായിരിക്കും കിട്ടുന്നത്? മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയായിരിക്കും? മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. 2 സ്റ്റെപ്സ് ആയിട്ടാണ് നടക്കുന്നതെങ്കിലും നമ്മൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് റൈറ്റ് ദ റിയാക്ഷൻ ഓഫ് സോഡിയം വിത്ത് വാട്ടർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. സോഡിയം റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഫോം സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. പൊട്ടാസ്യം ആണെങ്കിൽ പൊട്ടാസ്യം റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഫോം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. ഇൻ ദ കേസ് ഓഫ് കാൽഷ്യം, കാൽഷ്യം റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഫോം കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. അപ്പോൾ ഒരു മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഹൈഡ്രജൻ. നെയിം ദ ഗ്യാസ് ലിബറേറ്റഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഗ്യാസ് ആയിരിക്കും? ഹൈഡ്രജൻ. നെക്സ്റ്റ്, ഇൻ ദ കേസ് ഓഫ് ഹോട്ട് വാട്ടർ, ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് മഗ്നീഷ്യം. നമുക്ക് നോക്കാം റിയാക്ഷൻ എങ്ങനെയാണ് എന്ന്. അപ്പൊ ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റലാണ് മഗ്നീഷ്യം. മഗ്നീഷ്യം വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ മഗ്നീഷ്യം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുക. നമ്മളിപ്പം പഠിച്ച അതേ റിയാക്ഷൻ ആയിരിക്കും കിട്ടുന്നത്. സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. കാൽഷ്യം ആണെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. എങ്കിൽ മഗ്നീഷ്യം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹോട്ട് വാട്ടറോ കോൾഡ് വാട്ടറോ എന്തുവായാലും ശരി, മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. സോ മഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഫോം മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ മഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഫോം മഗ്നീഷ്യം ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. This magnesium oxide dissolves in water to form magnesium hydroxide and magnesium hydroxide. അപ്പം മഗ്നീഷ്യം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ് എന്തൊക്കെയായിരിക്കും? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. നെക്സ്റ്റ്, റിയാക്ഷൻ വിത്ത് സ്റ്റീം. സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റൽസ് ആണ് അലൂമിനിയം, അയൺ, സിങ്ക്. അത് നമുക്ക് പഠിക്കാനുള്ള അലൂമിനിയത്തിന്റെ അയണിന്റെ ഉള്ളു. അപ്പൊ നമുക്ക് ഫസ്റ്റ് അലൂമിനിയത്തിന്റെ നോക്കാം. അലൂമിനിയം റിയാക്ട്സ് വിത്ത് സ്റ്റീം. സ്റ്റീം ഈസ് ദ gaseous ഫോം ഓഫ് വാട്ടർ. അതുകൊണ്ട് നമ്മൾ H2O എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ G എന്ന് കൊടുക്കണം. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് വാട്ടർ വേപ്പറിനെയാണ്, സ്റ്റീമിനെയാണ്. അലൂമിനിയം സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് അലൂമിനിയം ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. ഇവിടെ എന്തുകൊണ്ട് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നില്ല? നമ്മൾ ഇതുവരെ പഠിച്ചെടുത്ത് കോൾഡ് വാട്ടറോ ഹോട്ട് വാട്ടറോ എന്തുവായാലും ശരി, മെറ്റൽസ് റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഫോം മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്റ്റീം നമുക്ക് എന്ത് കിട്ടത്തില്ല? ഹൈഡ്രോക്സൈഡ്. എക്സാമ്പിൾ, അലൂമിനിയം റിയാക്ട്സ് വിത്ത് സ്റ്റീം ടു ഫോം അലൂമിനിയം ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ.
എന്തുകൊണ്ട് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് കിട്ടുന്നില്ല? നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പിൽ മെറ്റൽസ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ മെറ്റൽ ഓക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത്. ഈ മെറ്റൽ ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തെങ്കിലേ അത് എന്തായിട്ട് മാറത്തുള്ളൂ, മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. നമ്മൾ ഇവിടെ എടുക്കുന്ന സ്റ്റീമാണ്. സ്റ്റീം എന്ന് പറയുന്നത് ഗേഷ്യസ് ഫോമാണ്, ലിക്വിഡ് ഫോം അല്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ അലൂമിനിയം സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്ത് അലൂമിനിയം ഓക്സൈഡും ഹൈഡ്രജനും ഫോം ചെയ്തു. പക്ഷെ ഈ അലൂമിനിയം ഓക്സൈഡ് ഡിസോൾവ് ചെയ്യാൻ അവിടെ ലിക്വിഡ് ഫോമിൽ എന്തില്ല, വാട്ടർ ഇല്ല. അതുകൊണ്ടാണ് അവിടെ നമുക്ക് എന്ത് കിട്ടാത്തത്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ് കിട്ടത്തില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ നടക്കൂ. അലൂമിനിയം റിയാക്ട്സ് വിത്ത് സ്റ്റീം ടു ഫോം അലൂമിനിയം ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. അതേപോലെ തന്നെ ആയിരിക്കും സ്റ്റീമും അയണുമായിട്ടുള്ള റിയാക്ഷൻ. അയൺ റിയാക്ട്സ് വിത്ത് സ്റ്റീം H2O in bracket G to form iron oxide. Iron oxide Fe3O4 and hydrogen. ഈ രണ്ട് റിയാക്ഷനും ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ റിയാക്ഷൻ ഓഫ് അലൂമിനിയം ഓർ അയൺ വിത്ത് സ്റ്റീം. ഇപ്പൊ നമുക്ക് കിട്ടിയത് അയൺ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്ന ഓക്സൈഡ് ആണ് Fe3O4. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അയണിന് രണ്ട് ഓക്സൈഡേ ഉള്ളൂ, ഫെറസ് ഓക്സൈഡ് ആൻഡ് ഫെറിക് ഓക്സൈഡ്. ഫെറസ് ഓക്സൈഡ് ഫോർമുല FeO and ferric oxide formula Fe2O3. പക്ഷെ ഇവിടെ എങ്ങനെ Fe3O4 കിട്ടി? ഇവിടെ Fe3O4 ഫോം ചെയ്തിട്ടുള്ളത് FeO വീണ്ടും ഒന്നുകൂടെ ഓക്സിഡേഷൻ നടന്നിട്ട് Fe2O3 ആയിട്ട് ഇവിടെ മാറും. എന്നിട്ട് ഈ FeOയും Fe2O3യും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ Fe മീൻസ് 1 അയൺ ആറ്റം, ഇവിടെ 2 ഉണ്ടല്ലോ, 2 + 1 3, then 3 + 1 4. ഇങ്ങനെയാണ് ഇവിടെ എന്തായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് Fe3O4. ഫെറസ് ഓക്സൈഡ് ഫെറിക് ഓക്സൈഡും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോം ആണ് Fe3O4. അപ്പൊ സ്റ്റീമുമായിട്ടുള്ള റിയാക്ഷൻ ഓർത്തോണം. അലൂമിനിയം റിയാക്ട്സ് വിത്ത് സ്റ്റീം ടു ഫോം അലൂമിനിയം ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. Then iron reacts with the steam to form iron oxide, that is Fe3O4, Thetipoval and hydrogen. നമ്മളിപ്പം പറഞ്ഞു സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം ഇത് മൂന്നെണ്ണമാണല്ലോ കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഇതില് സോഡിയം ആൻഡ് പൊട്ടാസ്യം റിയാക്ട് വയലന്റ്ലി വിത്ത് കോൾഡ് വാട്ടർ. വൈ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ബട്ട് കാൽഷ്യം, the reaction of calcium with cold water is less violent എന്നും ചോദിക്കാം. Why? Because reaction of sodium and potassium with cold water is highly exothermic, so large amount of heat is produced, which is sufficient for catching fire to hydrogen. അപ്പോൾ സോഡിയവും പൊട്ടാസ്യവും വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ വയലന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു പീസ് സോഡിയോ പൊട്ടാസ്യം നമ്മൾ വെള്ളത്തിനകത്തോട്ട് ഇടാമെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് തീ കത്തുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഹൈലി എക്സോതെർമിക്ക. സോഡിയവും പൊട്ടാസ്യം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഹൈലി എക്സോതെർമിക്ക. ഹൈലി എക്സോതെർമിക് ആയതുകൊണ്ട് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് മതി ഹൈഡ്രജനും ഫയറിനെ ക്യാച്ച് ചെയ്യാൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സബ്സ്റ്റൻസ് ബേൺ ചെയ്യണമെങ്കിൽ, കത്തണമെങ്കിൽ ഒരു മിനിമം ടെമ്പറേച്ചർ വേണം. അത് അറ്റൈൻ ചെയ്തെങ്കിൽ മാത്രമേ അത് ബേൺ ചെയ്യത്തുള്ളൂ. ഹൈഡ്രജന് ബേൺ ചെയ്യാൻ, ഫയർ ക്യാച്ച് ചെയ്യാൻ വേണ്ടുന്ന ഹീറ്റ് ആ റിയാക്ഷനിൽ നിന്ന് തന്നെ അവിടെ കിട്ടുന്നുണ്ട്. അന്നേരം അത് ഫയറിനെ ക്യാച്ച് ചെയ്യും. അതുകൊണ്ടാണ് സോഡിയം ആൻഡ് പൊട്ടാസ്യം റിയാക്ട് വയലന്റ്ലി വിത്ത് കോൾഡ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ എഴുതും? സോഡിയം ആൻഡ് പൊട്ടാസ്യം റിയാക്ട് വയലന്റ്ലി വിത്ത് കോൾഡ് വാട്ടർ ബിക്കോസ് ദിസ് റിയാക്ഷൻ ഈസ് ഹൈലി എക്സോതെർമിക്, so large amount of heat is produced
the heat liberated is sufficient for catching fire to hydrogen. ഇനി കാൽഷ്യത്തിന്റെ കേസ് എടുക്കുക. കാൽഷ്യം കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ലെസ് വയലന്റ് ആണെന്ന് പറഞ്ഞു. ആ റിയാക്ഷൻ എക്സോതെർമിക് ആണ് എങ്കിലും അവിടെ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് ഹൈഡ്രജന് ഫയറിനെ ക്യാച്ച് ചെയ്യാൻ സഫിഷ്യന്റ് അല്ല. അതുകൊണ്ടാണ് അവിടെ തീ പിടിക്കാത്തത്. അപ്പം കാൽഷ്യം റിയാക്ട്സ് വിത്ത് വാട്ടർ എന്ന് പറയുന്നത് എക്സോതെർമിക് ആണ്. ബട്ട് ഹീറ്റ് ലിബറേറ്റഡ് ഈസ് നോട്ട് സഫിഷ്യന്റ് ഫോർ ക്യാച്ചിങ് ഫയർ ടു ഹൈഡ്രജൻ. അതുകൊണ്ടാണ് റിയാക്ഷൻ ലെസ് വയലന്റ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഒരു പീസ് കാൽഷ്യം വാട്ടറിനകത്തോട്ട് ഇടാമെങ്കിൽ പൊട്ടാസ്യം ആവും തന്നെ, പക്ഷെ ഒരുപാട് കൂടുതൽ ഒരു ചെറിയ സ്മോൾ പീസ് ഇടാവും. കാൽഷ്യം ആവുമ്പോൾ പിന്നെ തീ കത്തത്തില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വാട്ടറിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് ആ വാട്ടറിന്റെ മുകളിൽ കൂടി ഇങ്ങനെ ഓടി നടക്കുന്നത് കാണാൻ പറ്റും, ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. അതൊരു ക്വസ്റ്റ്യൻ ആണ്. കാൽഷ്യം സ്റ്റാർട്ട് ഫ്ലോട്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞു വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ എന്ത് ലിബറേറ്റ് ചെയ്യും? ഹൈഡ്രജൻ. ദിസ് ഹൈഡ്രജൻ സ്റ്റിക്ക് ടു ദ സർഫസ് ഓഫ് ദ മെറ്റൽ, സോ കാൽഷ്യം സ്റ്റാർട്ട് ഫ്ലോട്ടിങ്. അപ്പൊ എന്തുകൊണ്ടാണ് കാൽഷ്യം ഫ്ലോട്ട് ചെയ്യുന്നത്? അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യും, വിച്ച് സ്റ്റിക്ക് ടു ദി സർഫസ് ഓഫ് ദി മെറ്റൽ. അപ്പം കോൾഡ് വാട്ടറും ഹോട്ട് വാട്ടറും സ്റ്റീമുമായിട്ടുള്ള റിയാക്ഷൻ പറഞ്ഞു. എന്തൊക്കെയാണ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് എന്തൊക്കെയായിരുന്നു മെറ്റലും വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ? ഫസ്റ്റ്, metal reacts with water to form metal hydroxide and liberate hydrogen gas. ഏത് മെറ്റൽ ആണോ അതിന്റെ കറസ്പോണ്ടിങ് ഹൈഡ്രോക്സൈഡ് ആക്കിക്കണം. സോഡിയം ആണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ആണെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ആണെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. എന്തുവായാലും അവിടെ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ഹൈഡ്രജൻ ആയിരിക്കും. ഇനിയും കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റൽ ആണ് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം. ഹോട്ട് വാട്ടർ മഗ്നീഷ്യം, സ്റ്റീം, അലൂമിനിയം, അതേപോലെ അയൺ. അയണിന്റെയും അലൂമിനിയത്തിന്റെയും കേസിൽ ഓക്സൈഡ് ഫോം ചെയ്യുന്നേ, ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നില്ല. പിന്നെ സോഡിയവും പൊട്ടാസ്യവും കോൾഡ് വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് എക്സ്പ്ലോസീവ്, പൊട്ടിത്തെറിക്കും, തീ കത്തും. അതിനുള്ള കാരണം ഹൈലി എക്സോതെർമിക് ആണ്. ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വിച്ച് ഈസ് സഫിഷ്യന്റ് ഫോർ ക്യാച്ചിങ് ഫയർ. ബട്ട് ഇൻ ദ കേസ് ഓഫ് കാൽഷ്യം റിയാക്ഷൻ ഈസ് എക്സോതെർമിക് ബട്ട് the heat liberated is not sufficient for catching fire. Next topic, chemical properties. Third one, reaction of metals with acids. അപ്പം മെറ്റൽസും ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ 5 ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ABCD and E എന്ന് ലേബൽ ചെയ്തേക്കുക. ഈ 5 ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഈക്വൽ എമൗണ്ട് ഡൈലൂട്ട് HCl ആണ് എടുത്തിട്ടുള്ളത്. ഈക്വൽ എമൗണ്ട് ആണ്, അതായത് ഈക്വൽ കോൺസെൻട്രേഷനിലുള്ള ഡൈലൂട്ട് HCl ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എടുത്തിട്ടുള്ളത് മഗ്നീഷ്യം, സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് അലൂമിനിയം, തേർഡ് സിങ്ക്, ഫോർത്ത് ടെസ്റ്റ് ട്യൂബ് അയൺ ആൻഡ് ഫിഫ്ത്ത് ടെസ്റ്റ് ട്യൂബ് കോപ്പർ. അപ്പം 5 ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ടുണ്ട്. 5 ടെസ്റ്റ് ട്യൂബിലും ഈക്വൽ കോൺസെൻട്രേഷനിലും ഈക്വൽ വോളിയവും ഡൈലൂട്ട് HCl എടുത്തേക്കുവാണ്. ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ടുള്ളത് മഗ്നീഷ്യമാണ്, സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിൽ അലൂമിനിയം, തേർഡ് സിങ്ക്, പിന്നെ അയൺ, കോപ്പർ, ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ഹൈഡ്രജൻ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ബബിൾസ് ഫോം ചെയ്യും. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എവിടാണ് കൂടുതൽ ബബിൾസ് വരുന്നതെന്ന് നമ്മൾ നോക്കണം. കൂടുതൽ ബബിൾസ് ഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടുത്തെ റിയാക്ടിവിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ ഓരോ ടെസ്റ്റ് ട്യൂബിലും നോക്കണം എവിടാണ് കൂടുതൽ ബബിൾസ് ഫോം ചെയ്യുന്നതെന്ന്. നമുക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ ബബിൾസ് ഫോം ചെയ്യുന്ന ടെസ്റ്റ് ട്യൂബാണ് മഗ്നീഷ്യം നമ്മൾ എടുത്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ മഗ്നീഷ്യവും ആസിഡും തമ്മിലുള്ള റിയാക്ടിവിറ്റി എങ്ങനെയായിരിക്കും? വളരെ കൂടുതലാണ്. അത് കഴിയുമ്പം പിന്നെ കുറച്ചുകൂടെ ബബിൾസിന്റെ അളവ് കുറവ് അലൂമിനിയം ആയിരിക്കും. അപ്പൊ മഗ്നീഷ്യത്തിനെക്കാട്ടിൽ
കുറച്ചുകൂടെ റിയാക്ടിവിറ്റി കുറവ് ഏതിന്റെ കേസിലാണ്? അലൂമിനിയം. പിന്നെ സിങ്ക്, പിന്നെ അയണിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ബബിൾസ് മാത്രമേ ഉള്ളൂ, റിയാക്ടിവിറ്റി വളരെ കുറവായിരിക്കും. പക്ഷെ കോപ്പർ എടുക്കുന്നിടത്ത് ഒരു ബബിൾസും ഫോം ചെയ്യത്തില്ല. ദാറ്റ് മീൻസ് നോ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ദെയർ. അപ്പൊ റിയാക്ടിവിറ്റി ഏറ്റവും കുറവാണ് കോപ്പർ. അപ്പൊ മഗ്നീഷ്യത്തിനായിരിക്കും റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ. പിന്നെ അലൂമിനിയം, സിങ്ക്, അയൺ. കോപ്പറിന്റെ കേസിൽ നോ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞു. അതിനുള്ള റീസൺ നമുക്ക് നോക്കാം. അപ്പൊ മഗ്നീഷ്യം HCl-ുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു മെറ്റൽ. ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്നത് സോൾട്ടും ഹൈഡ്രജനുമായിരിക്കും. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് എങ്കിൽ നമുക്ക് കിട്ടുന്ന സോൾട്ടും ക്ലോറൈഡ് ആയിരിക്കും. മഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് HCl ടു ഫോം മഗ്നീഷ്യം ക്ലോറൈഡ്. ഇത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട്. ആൻഡ് ലിബറേറ്റ് ഹൈഡ്രജൻ. അലൂമിനിയം ആണെങ്കിൽ അലൂമിനിയം ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രജൻ. സിങ്ക് ആണെങ്കിൽ സിങ്ക് ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രജൻ. ആൻഡ് അയൺ ആണെങ്കിൽ അയൺ ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രജൻ. ആക്ച്വലി ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. മഗ്നീഷ്യവും ഹൈഡ്രജനും കൂടെ നോക്കുവാണെങ്കിൽ മഗ്നീഷ്യത്തിന്റെ റിയാക്ടിവിറ്റി കൂടുതലാണ്. ഈ റിയാക്ടിവിറ്റി കൂടിയ മഗ്നീഷ്യം ഹൈഡ്രജനെ എന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്യും HCl-ൽ നിന്ന്. എന്നിട്ട് ആ മഗ്നീഷ്യം ഹൈഡ്രജന്റെ പൊസിഷനിലോട്ട് വരും. അങ്ങനെയാണ് HCl മാറിയത് എന്തായിട്ട് മാറുന്നത്? മഗ്നീഷ്യം ക്ലോറൈഡ് ആകും. ഇവിടെ നിന്ന് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കണമെങ്കിൽ ഹൈഡ്രജനെക്കാട്ടി റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ് ആയിരിക്കണം റിയാക്ഷനിൽ വരേണ്ടത്. പക്ഷെ കോപ്പറിന്റെ കേസില് കോപ്പറും HCl-ഉം കൂടെ എടുക്കുവാണെങ്കിൽ ഹൈഡ്രജൻ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. കോപ്പറിന്റെ റിയാക്ടിവിറ്റി കുറവാണ്, ഹൈഡ്രജനാ കൂടുതൽ. അപ്പൊ അതുകൊണ്ട് കോപ്പറിന് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് അവിടെ റിയാക്ഷൻ ഒന്നും നടക്കാത്തത്. അപ്പൊ എന്തുകൊണ്ടാണ്? അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. കോപ്പർ does not react with HCl to liberate hydrogen gas. Why? എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ because copper is less reactive than hydrogen. So copper cannot have to displace hydrogen from HCl. അതുകൊണ്ടാണ് അവിടെ റിയാക്ഷൻ നടക്കാത്തത്. അപ്പം തേർഡ് പ്രോപ്പർട്ടി ആണ് മെറ്റലും ആസിഡും. മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് സോൾട്ട് ആൻഡ് ഹൈഡ്രജൻ. ഓർഡർ ഓർത്തോണം. മഗ്നീഷ്യത്തിന് ഏറ്റവും കൂടുതൽ, പിന്നെ അലൂമിനിയം, പിന്നെ സിങ്ക്, അയൺ. കോപ്പറിന്റെ കേസിൽ റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല. അതിനുള്ള കാരണം റിയാക്ടിവിറ്റി ഓഫ് കോപ്പർ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഹൈഡ്രജൻ. അതുകൊണ്ട് അവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കത്തില്ല. അപ്പൊ നമ്മൾ പഠിച്ചത് വെച്ച് മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യുമെന്നാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് നൈട്രിക് ആസിഡ് hydrogen gas is not liberated. Why? Because nitric acid is a strong oxidizing agent which oxidizes hydrogen produced to water. But nitric acid മെറ്റലും കൂടെ റിയാക്ട് ചെയ്താൽ നമുക്ക് അവിടെ ഹൈഡ്രജൻ കിട്ടത്തില്ല. സോൾട്ട് കിട്ടും, നൈട്രേറ്റ് ഫോം ചെയ്യും. പക്ഷെ നമുക്ക് അവിടെ കിട്ടുന്നത് വാട്ടർ ആയിരിക്കും, ഹൈഡ്രജൻ അല്ല. അതിനുള്ള കാരണം നൈട്രിക് ആസിഡ് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റാ. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഓക്സിജനെ ലിബറേറ്റ് ചെയ്യും. അപ്പോൾ ഫോം ചെയ്യുന്ന ഹൈഡ്രജന് ഈ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് അവിടെ എന്തായിട്ട് മാറും? വാട്ടർ ആയിട്ട് മാറും. അതുകൊണ്ടാണ് അവിടെ എന്ത് ലിബറേറ്റ് ചെയ്യാത്തത്? ഹൈഡ്രജൻ. അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. മെറ്റൽസ് ഡു നോട്ട് റിയാക്ട് വിത്ത് നൈട്രിക് ആസിഡ് ടു ലിബറേറ്റ് ഹൈഡ്രജൻ. വൈ? റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ because nitric acid is a strong oxidizing agent. So it oxidizes hydrogen produced to water. എന്നിട്ട് അത് സ്വയം പ്രൊഡ്യൂസ് ചെയ്ത് ഏതെങ്കിലും ഓക്സൈഡ്സ് ആയിട്ട് മാറും. നൈട്രജന്റെ ഏതെങ്കിലും ഓക്സൈഡ്സ് ആയിട്ട് അത് മാറും. അപ്പോൾ മാഗ്നീഷ്യം നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് മഗ്നീഷ്യം നൈട്രേറ്റ് കിട്ടും. പ്ലസ് നമുക്ക് ഹൈഡ്രജൻ അല്ല ഇവിടെ കിട്ടുന്നത്, എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. പിന്നെ നൈട്രജന്റെ ഏതെങ്കിലും ഒരു ഓക്സൈഡും കിട്ടും, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. ഇതിനുള്ള
വരാനുള്ള കാരണം എന്തായിരുന്നെന്ന് പറഞ്ഞാൽ നൈട്രിക് ആസിഡ് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇതങ്ങ് സ്പ്ലിറ്റ് ചെയ്യും, എന്നിട്ട് ഇവിടെ നിന്ന് ഓക്സിജനെ അത് ലിബറേറ്റ് ചെയ്യും. ആ ഓക്സിജൻ ഇവിടെ മഗ്നീഷ്യവും നൈട്രിക് ആസിഡും കൂടെ ലിബറേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഹൈഡ്രജൻ ഫോം ചെയ്യും. പക്ഷെ ആ ഫോം ചെയ്യുന്ന ഹൈഡ്രജന് ഈ നൈട്രിക് ആസിഡ് കൊടുക്കുന്ന ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും. എന്നിട്ട് ഇത് എന്തായിട്ട് മാറും? വാട്ടർ ആയിട്ടങ്ങ് മാറും. അങ്ങനെയാണ് ഇവിടെ വാട്ടർ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തോണം, നൈട്രിക് ആസിഡ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയതുകൊണ്ട് വിച്ച് ഓക്സിഡൈസസ് ഹൈഡ്രജൻ പ്രൊഡ്യൂസ്ഡ് ടു വാട്ടർ, എന്നിട്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് നൈട്രജന്റെ ഒരു ഓക്സൈഡ് ആയിട്ടും മാറും. ഇനി വളരെ ഡൈലൂട്ട് നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഡൈലൂട്ട് നൈട്രിക് ആസിഡ് അതുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യാൻ കഴിവുള്ള രണ്ടേ രണ്ട് മെറ്റലാണ് മഗ്നീഷ്യം ആൻഡ് മാംഗനീസ്. അതൊരു ക്വസ്റ്റ്യൻ ആണ്. നെയിം ടു മെറ്റൽസ് which reacts with very dilute nitric acid to liberate hydrogen. Very dilute nitric acid ആയിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യാൻ കഴിവുള്ള മെറ്റൽസ് ആണ് മഗ്നീഷ്യം ആൻഡ് മാംഗനീസ്. അപ്പൊ ഇത്രയാണ് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻസ്. ഓക്കെ.